മുഖത്ത് വീണത് പോലെ തോന്നി. ഉണങ്ങിയ പൂക്കളല്ലേ? ആരോ എടുത്ത് എന്റെ മുഖത്ത് എറിഞ്ഞതുപോലെ തോന്നി. അതൊക്കെ നിന്റെ സംശയമാണ്. കിടന്നുറങ്ങും. കാറ്റത്ത് ആ സൗർവേശനെന്നും പറഞ്ഞു വന്നായിരിക്കും. കിടന്നുറങ്ങി. അല്ല, എന്താ ഇത്ര രാവിലെ? ഒന്നുമില്ല. എന്താണമ്മ വല്ലാത്തൊരു ക്ഷീണം? എന്ത് പറയാനാ എന്റെ മോളെ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്താ? ആരോ പുറത്തൊക്കെ ചുറ്റി നടക്കുന്ന പോലെ തോന്നൽ. പേടിച്ചിട്ട് ഉറക്കം വന്നില്ല. അതാരാണ് നോക്കാൻ പാടില്ലായിരുന്നു? മുറിക്കകത്ത് കഴിഞ്ഞു കൂടുതൽ തന്നെ ഒരു വാരി പിടിച്ചോണ്ടാ. പിന്നെ പുറത്തിറങ്ങുന്ന എങ്ങനാ? ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയില്ല അമ്മേ. എന്തൊരു ഭയമായിരുന്നു. ഓഹോ, അപ്പൊ രണ്ടുപേർക്കും ഒരേ സോക്കേട് തന്നെ. ഏതായാലും ഞാൻ ഓഫീസ് പോയി വന്നിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണും. നീ അമ്മയെ കാപ്പി കൊടുക്കും. എന്റെ മോളെ, ഞാൻ നേര് പറയുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ആ കുഞ്ഞോമനെ കണ്ടു. കുഞ്ഞോമനെയോ? അതെടി മോളെ, ഞാൻ കതവ് തുറന്നപ്പോൾ കുഞ്ഞോമനയുടെ പ്രേതം എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന് നേര് പറയുകയാണോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ രാത്രി ഇവിടെയും ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായമ്മേ. എന്താ മോളെ, കുഞ്ഞോമനയുടെ പ്രേതം ഇവിടെയും വന്നിരുന്നോ? ആരോ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് സത്യമാണമ്മേ. കുഞ്ഞോമനയുടെ പ്രേതം ഇവിടൊക്കെ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. എന്റെ ദൈവമേ, പങ്കി, നീ കണ്ടോ? സത്യമായിട്ട് ഞാൻ കണ്ടതാണേ. എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. അട്ടെ, നിന്നെ കാണാൻ വല്ലവരും വന്നതാണോ? പിന്നെ എന്നെ അന്വേഷിച്ച് വരുന്ന ഒരു കൊച്ചമ്മയുടെ മുറിയിലാണോ ചെന്ന് ചാടുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു മുറി ഉണ്ടല്ലോ. ഓ, ഞാൻ അതങ്ങ് മറന്നുപോയി. നിനക്ക് സ്വന്തമുള്ള മുറിയുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു. അയ്യോ 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 അയ്യോ, പറഞ്ഞ പാവാണ്, എന്നെ പിടിക്കല്ലേ. അയ്യോ, എന്റെ പൊന്നോനെ കുഞ്ഞ്, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മുടിയോ? അച്ചമ്മയ്ക്ക് മുടിയുണ്ടല്ലോ, പിന്നെ അങ്ങനെ വന്നു? അയ്യോടി, എന്റെ മുടിയാടി. എന്റെ മുടിയോ? ഞാൻ എന്തെല്ലാം എണ്ണകള് പെരട്ടി പെരട്ടി വളർത്തിയെടുത്ത തലമുടിയായത്. ഇത് കണ്ടോ അച്ഛമ്മേ? അയ്യോ, ഈ പ്രേതമുള്ള വീട്ടിൽ ഞാനിനി താമസിക്കത്തില്ല. ഇന്നെന്റെ തലമുടി വെച്ച് നാളെ എന്റെ കഴുത്തും വെട്ടിയേക്കും. ഞാൻ പോവാ, ഞാൻ പോവാ. എന്നെ ഒറ്റയ്ക്ക് തേച്ച് പോകല്ലേ.
നമുക്കൊന്നിച്ച് രാജമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാം. നീ എന്തിനാ കരയുന്നത്? അല്ലേ ഇതെന്ത് പറ്റി? ഇത് ഏനി വരേണ്ടതോ വെച്ചാണോ ഇത്? അല്ല പങ്കൻ ചേട്ടാ, പിന്നെ ഇതെങ്ങനെ പറ്റി? പറ്റിയതൊന്നും പറയണ്ടാടോ പങ്ക. ഈയിടെ ഈ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളാകാൻ പോകുന്നത് തനി നിർത്തി കണ്ടു. ഇനി അങ്ങനെ വല്ലതും ആണോ? ഇന്നു മുതൽ ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. എന്റെ മുടി കണ്ടോ ഞാൻ? അയ്യോ, ഇതാരും മുറിച്ചു കളഞ്ഞു. ഇന്നലെ രാത്രി ആ പ്രേതം ചെയ്ത പണിയാ മോളെ. അതെന്തിനാ? പ്രേതത്തിന് ബാർബർ ഷാപ്പുണ്ടോ? അനങ്ങിപ്പോയാൽ പ്രേതം എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. രവി എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയില്ല. ശരിയാണ്, ഇനി ഇവരും കൂടി ഇവിടെ താമസിക്കട്ടെ. ഇവര് മാത്രം അവിടെ താമസിക്കുന്നത് കൊണ്ടായിരിക്കും പ്രേതം അവർ ഉപദ്രവിക്കുന്നത്. ഇവരിവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷെ ഈ പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് മനുഷ്യരെ ഉപദ്രവിക്കരുത്. കുഞ്ഞെ, എനിക്കൊരു സംശയം. ഇവരിങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇവരെ അന്വേഷിച്ച് പ്രേതം ഇങ്ങോട്ട് കയറി വന്നാലോ? പങ്കിച്ചേട്ടന് വേറെ വേലയില്ല. പ്രേതം ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. വരൂ അമ്മേ.